പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാനാക്രമണം തന്നെയെന്ന് പോലീസ്. ശരീരത്തിലെ പരിക്കുകൾ കാട്ടാനാക്രമണത്തിലുണ്ടായത്. വനത്തിന് പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുമ്പോൾ താങ്ങിപ്പിടിച്ചതാണ് കഴുത്തിൽ പരിക്കിന് കാരണം. വാരിയെല്ലുകൾ ഒടിഞ്ഞത് കാട്ടാനാക്രമണത്തിലും ചുമന്നുകൊണ്ടുവരുമ്പോഴും. കാട്ടാനാക്രമണത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നുവെന്നാണ് ഫോറൻസിക് സർജൻ പറഞ്ഞത്. റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം പോലീസ് കോടതിയിൽ സമർപ്പിക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആൽവിനാണ് ചേരുന്നത്. ആൽവിൻ, എന്തായാലും ഭർത്താവിനെതിരെ ഒരു ആരോപണമൊക്കെ ഈ ഒരു സമയത്ത് ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതൊന്നുമല്ല, കാട്ടാന ആക്രമണം തന്നെയാണ് സീതയുടെ മരണത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം വരികയാണ്. സ്വാതി, നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാം. കാര്യം പീരുമേട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണമായിരുന്നു ഇത്. കൊലപാതകം എന്ന തരത്തിൽ രൂപത്തിലൊക്കെ ആദ്യം ഒരു സർജൻ്റെ അഭിപ്രായം എന്ന നിലയിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആദിവാസി സ്ത്രീയുടെ ഭർത്താവിനെ വേറൊരുത്തിൽ സംശയകരമായ രീതിയിൽ നിഴലിൽ നിർത്തിയെന്നൊക്കെ പറഞ്ഞുള്ള വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. അത് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ പുറത്തു വരുന്നത്. ഇത് 2 ആഴ്ചയ്ക്കകം പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. റിപ്പോർട്ടിൽ പ്രധാനമായും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇത് കാട്ടാനയുടെ ആക്രമണം തന്നെയാണ് എന്ന തരത്തിലാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായ പരിക്കുകൾ വനത്തിന് പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുമ്പോൾ താങ്ങിപ്പിടിച്ച കഴുത്തിൽ ഒടിവ് സംഭവിക്കുകയായിരുന്നു എന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്ന മറ്റൊരു വലിയ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ വാരിയെല്ലുകൾ വലിയ തോതിൽ ക്ഷതം സംഭവിച്ചിരുന്നു, ഒടിവ് സംഭവിച്ചിരുന്നു. ഇതൊക്കെയും അവിടെ നിന്ന് വനത്തിനുള്ളിൽ നിന്ന് ഈ ആദിവാസി സ്ത്രീയായ സീതയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിച്ച പരിക്കുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം നടപടിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ റിപ്പോർട്ട് പോലീസ് ഇപ്പോൾ സമർപ്പിക്കുമെന്ന് കോടതിയിലേക്ക് സമർപ്പിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് നേരത്തെ നമുക്ക് കാര്യമായി കൂടുതൽ വിവരങ്ങൾ നൽകിയിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഒരു വിവരം പറയുന്നത്. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കും. നേരത്തെ ഒരു കൊലപാതകം എന്ന നിലയിലായിരുന്നു സർജൻ്റെ കണ്ടെത്തൽ എന്ന നിലയിൽ പുറത്തു വന്നിരുന്ന വാർത്തകൾ. പക്ഷേ അതങ്ങനെ പൂർണ്ണമായും തള്ളുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പോലീസ് അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളത് അറിയുന്നത്. ഈ സീതയുടെ മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ല, കാട്ടാന ആക്രമണം തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് നിഗമനത്തിൽ വരുന്നത്. ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതാണ് എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒടുവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ പരിക്കുകളെ പറ്റി അവർ പറയുന്നതാണ്. പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ, ഈ ആക്രമണം കഴിഞ്ഞ് സീതയെ വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ വലിയ തോതിൽ ശരീരത്തിലുണ്ടായിരുന്ന വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. ആ പരിക്കുകളുടെ സംശയമാണ് നേരത്തെ ഫോറൻസിക് സർജൻ അതൊരു സംശയം എന്ന രൂപത്തിൽ പറഞ്ഞിരുന്നത്. ഇതൊരു കൊലപാതകമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സംശയ രൂപത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ വിശദമായ റിപ്പോർട്ട് വന്ന ശേഷം മനസ്സിലാകുന്നതെന്ന് വേണം പറയാൻ. ഈ താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ സമയത്ത് നിരവധി പരിക്കുകൾ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ഗുരുതരമായി, പ്രത്യേകിച്ച് കഴുത്തിനും തലയ്ക്കുമൊക്കെ കൂടുതൽ ഗുരുതരമായി പരിക്കേറ്റു. കഴുത്ത് ഒരുപക്ഷെ ഒടിഞ്ഞതുപോലും അങ്ങനെ ആകാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വാരിയെല്ലുകൾ, 2 വശത്തെയും വാരിയെല്ലുകൾക്ക് വലിയ ഒടിവ് സംഭവിച്ചിരുന്നു, പൊട്ടൽ സംഭവിച്ചിരുന്നു. അതൊക്കെയും കൂടുതൽ ഗുരുതരമാകാൻ കാരണം ഇത് പുറത്തേക്ക് സീതയെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ആ പരിക്കുകളാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളത് അറിയാൻ കഴിയുന്നത്. പീരുമേട് പോലീസും അതോടൊപ്പം തന്നെ പെരുവന്താനം പോലീസുമാണ് ഈ വിഷയത്തിൽ വിശദമായൊരു അന്വേഷണമൊക്കെ നേരത്തെ നടത്തിയിരുന്നു. വനത്തിനുള്ളിൽ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് പോലീസ് സർജൻ ഈ റിപ്പോർട്ട് പോലീസിന് സമർപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത് കോടതിയിൽ സമർപ്പിക്കുന്നത്. വിശദമായി പോലീസും ഈ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇത്രയേറെ കാലതാമസം ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് കാട്ടാനയുടെ ആക്രമണത്തിൽ സംഭവിച്ച ഒരു മരണം തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് വീണ്ടും അടിവരയിട്ട് സ്ഥിരീകരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കും. സ്വാതി, ആൽവിൻ, ഇപ്പോൾ റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കും. തുടർ നടപടികൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയും ചെയ്യും. എന്നാൽ കുറച്ചു കാലമെങ്കിലും സീതയുടെ ഭർത്താവ് സംശയനിഴലിൽ ആകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ കോടതിക്ക് ഇനി തുടർ നടപടികൾ, പ്രത്യേകിച്ചും ഈ ഫോറൻസിക് സർജൻ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കോടതിക്ക് ഇനി ഏത് രീതിയിലാണ് തുടർ നടപടികൾ എടുക്കാൻ സാധിക്കുക? സ്വാഭാവികമായും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ അന്വേഷണം തന്നെയാകും നടക്കുക. പക്ഷേ ഈ ഫോറൻസിക് സർജൻ മുമ്പ് മാധ്യമങ്ങൾക്ക് ഇത് നൽകി, പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകി എന്ന തരത്തിലായിരുന്നു വലിയ വിമർശനമുണ്ടായിരുന്നത്. ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഒരു പക്ഷേ ആരോഗ്യവകുപ്പ് ഏതെങ്കിലും തരത്തിൽ സ്വീകരിക്കുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. കാര്യം അത്തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടന്നാൽ ആ പോസ്റ്റ്മോർട്ടം നടപടികളുടെ വിശദാംശങ്ങൾ സ്വാഭാവികമായും ആദ്യം പോലീസിനെയാണ് അറിയിക്കുക, പോലീസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കൈമാറുക. അതിനുശേഷം മാത്രമാകും പിന്നീട് മാധ്യമങ്ങൾക്കോ
മറ്റ് ഈ വിവരങ്ങൾ പുറത്തു വരിക. പക്ഷേ അന്ന് സർജൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പോലീസ് അത്തരമൊരു വീഴ്ച ചൂണ്ടിക്കാട്ടും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പോലീസ് സർജന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അതായത് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അത്തരത്തിൽ നടപടികൾ ഉണ്ടാകണം എന്നുള്ള തരത്തിലുള്ള ആവശ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സർജനെതിരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ. നമുക്ക് അറിയാവുന്നതുപോലെ ഒരു സമയത്ത് ഈ ഭർത്താവ് ബിനുവിനെയും വലിയ തോതിൽ നിഴലിൽ ആക്കി അല്ലെങ്കിൽ ഇതൊരു കൊലപാതകം എന്ന രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ ഭർത്താവ് ബിനു വലിയ സംശയകരമായ നിഴലിൽ നിന്നിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആദിവാസി ഏകോപന സമിതി അടക്കമുള്ള സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ വലിയ പ്രതിഷേധവുമായി ഒക്കെ രംഗത്തെത്തിയിരുന്നു. അന്ന് അവർ തന്നെ അവിടെ ഈ ബിനുവിനെ വീട്ടിൽ എത്തി ബിനുവിനോട് കാര്യങ്ങൾ ആരാഞ്ഞ ശേഷമാണ് തുറന്ന കാര്യങ്ങൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അവർക്ക് അതിനൊന്നും ചെവി കൊടുക്കത്തില്ലാത്ത രീതിയിലായിരുന്നു അന്ന് ചില കാര്യങ്ങൾ പുറത്തു വന്നത്. അങ്ങനെ അടിസ്ഥാനത്തിലാണ് അത് വാർത്തയാകുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഫോറൻസിക് സർജൻ്റെ ഉറപ്പിന്മേലും അതോടൊപ്പം തന്നെ കോട്ടയം DFO ആയിരുന്ന ആളും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു. കോട്ടയം DFOയും പറഞ്ഞിരുന്നത് ഇതൊരു കൊലപാതക സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല, ഇത് കാട്ടാന ആക്രമണമാണ് എന്നുള്ളത് പൂർണ്ണ രൂപത്തിൽ പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹവും ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ആ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള വാർത്തകൾ വരികയും ഒക്കെ ചെയ്തത്. നമ്മൾ പോലും ആ വാർത്ത കൊടുക്കുന്നത് വളരെ ഔദ്യോഗികമായി ഇവർ പറയുമ്പോൾ ആ തരത്തിലുള്ള അവരുടെ വേർഷനാണ് വാർത്തയായി നൽകിയിരുന്നത്. പക്ഷേ അതിന് അടിസ്ഥാനരഹിതമായ ആ സംഭവ റിപ്പോർട്ടാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി പൂർണ്ണ രൂപത്തിൽ എത്തിയിരിക്കുന്നത്. സർജൻ ആ റിപ്പോർട്ട് പോലീസിന് നേരത്തെ തന്നെ കൈമാറിയിരുന്നു. പോലീസ് അത് വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് കോടതിയിൽ പോലീസ് സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൽ തുടർ നടപടികൾ എന്താണ് എന്നുള്ളതാണ്. സർജൻ എതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകും, അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം.